ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും കൂടുതലും പ്ലാന്റ്സുകളും 150ലും ആ റേഞ്ചൊക്കെ വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേർക്ക് 150ൽ അന്നത്തെ വീഡിയോയിൽ ഒത്തിരി പേർക്ക് അങ്ങനത്തെ പ്ലാന്റ്സുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ്സിൽ നമുക്ക് സാൻസവേരിയ വെറൈറ്റികൾ ആദ്യം തന്നെ കാണിച്ചു പോയാലോ. അപ്പോൾ സാൻസവേരിയ ഇതാ ഈ ഒരു വെറൈറ്റി, ഇത് സിലിണ്ട്രിക്കയുടെ ചെറിയ പ്ലാന്റുകളാണ്. ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വിട്ട് പോട്ടാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. പിന്നെ അത് നമുക്ക് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തേക്കണ്ട. ഇത് നമ്മളുടെ ഇതാ ലില്ലിപ്പുട്ട്. ഇതിൽ ചിലതിലൊക്കെ 2 ഷൂട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഞാൻ എടുത്തേക്കണേൽ ഒറ്റ പ്ലാന്റ് ആയിട്ടാട്ടോ പറഞ്ഞത്. ചിലത് 2 പ്ലാന്റ് 3 പ്ലാന്റ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു പ്ലാന്റ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇതാ പുതിയ വെറൈറ്റി വന്നേക്കുന്നത് സിൽവർ പ്രിൻസസ്. നല്ല പ്ലാന്റുകളാണ് കേട്ടോ, നല്ല അടിപൊളി പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ ചെറിയ പോട്ടിലാണ് വന്നേക്കണമെങ്കിലും നല്ല പ്ലാന്റുകളാണ്. പിന്നെ കൂടുതൽ പ്ലാന്റുകളുണ്ട് ഇതിൽ. ഇത് കണ്ടോ, മിക്കാഡോയിലും എത്ര പ്ലാന്റുകൾ, 4 അല്ലെങ്കിൽ 5 അങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇതാ ഇങ്ങനെ. ഇതിപ്പോൾ ചെറിയ പൊക്കം കുറഞ്ഞ പ്ലാന്റുകളാണ്. അത് പൊക്കം വെച്ചോളും. അപ്പോൾ വലിയ പോട്ടിലേക്ക് മാറ്റി നടുമ്പോഴത്തേക്കും നല്ല ഭംഗി ആയിക്കോളും കേട്ടോ. ഇത് നമ്മുടെ സിൽവർ മിക്കാഡോ. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല 3 പ്ലാന്റുകൾ തന്നെയാണ്, പക്ഷെ കുറച്ച് വലിപ്പം വെക്കുന്നതനുസരിച്ചുള്ള ആ ഒരു വ്യത്യാസമാണ് വന്നേക്കുന്നത് കേട്ടോ. അതെ, നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത്, നല്ല അടിപൊളി പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് CC പ്ലാന്റുകൾ, CC ഡ്വാർഫ് CC ചെറിയ പോട്ടിലുള്ള പ്ലാന്റുകൾ. പിന്നെ ഗ്രീൻ CC പ്ലാന്റ് ഇത്, അതും ചെറിയ പോട്ടിലുള്ളത്. ഡ്വാർഫ് CC ഒക്കെ നമുക്ക് വലിയ പോട്ടിലുണ്ട് കേട്ടോ, അത് കാണിക്കാം. പിന്നെ ഇത് നമ്മളുടെ പെഡിലാന്തസ് ഗ്രീൻ വെറൈറ്റി. ഒരു പോട്ടിൽ 5 എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് നടാം. അതിൻ്റെ തന്നെ വേരിഗേറ്റഡ് വെറൈറ്റി 5 എണ്ണം ഉള്ളത്. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ സ്റ്റിക്കായിട്ട് അങ്ങനെ ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ബുഷിയാക്കി എടുക്കണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വേഗം നട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും. ഇനി നമുക്ക് നല്ലതായിട്ട് നമുക്ക് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന്. ഇനിയിപ്പോൾ ഫംഗ്ഷനും ഇതൊക്കെ ഒത്തിരി വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളുടെ നോമ്പുകളും ഇതെല്ലാം കഴിഞ്ഞു, എല്ലാവരും നല്ല ഫ്രീ ആയി. വിഷുവും റംസാനും ഈസ്റ്ററും എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് വീടൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഇത് നമ്മളുടെ ഗ്ലോബൽ പോത്തോസ്. ഈ ഫുൾ പോട്ട് നല്ലോണം വേരൊക്കെ പിടിച്ച നല്ല പ്ലാന്റുകളുണ്ട്. അതായത് ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് കേട്ടോ. ചിലത് നല്ല വലിപ്പമുള്ള ഇലകളായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് നമ്മളുടെ ബ്രസീൽ ഓക്സികാർഡിയം വേരിഗേറ്റഡ് എന്ന് പറയും. ആ ഒരു വെറൈറ്റി ഇങ്ങനെ. ഇതിൻ്റെ വലിപ്പമുള്ള ഇലകൾ വരുന്നത് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ തളിരിലകൾ ഇങ്ങനെ വന്നേക്കുന്നതാണ്. പിന്നെ നിയോൺ പോത്തോസ് ഈ ഒരു സൈസിലുള്ള സ്റ്റോക്കിലുണ്ട് നമുക്ക്. പിന്നെ ഇത് ഗോൾഡൻ പോത്തോസ് ഈ ഒരു സൈസിലുള്ളത് കേട്ടോ. ഈ ഒരു സൈസിലാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ബ്ലാക്ക് വെൽവെറ്റ് അലൊക്കേഷ്യ വെറൈറ്റി ഇത് സ്റ്റോക്കിലുണ്ട്. പിന്നെ വരുന്നത് ബാംബു പാമാണ്. നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. നമുക്ക് സ്റ്റോക്കിലും ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗത്തിൽ ചെയ്തോളൂ. ഇത് ചെറിയ പ്ലാന്റാന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, പെട്ടെന്ന് തന്നെ വലുതായിക്കോളൂ കേട്ടോ. മണ്ണിലേക്ക് മാറ്റി, അതായത് ഇപ്പോൾ കൊക്കോപീറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ മണ്ണിലേക്ക് മാറ്റി നടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വലുതായിക്കോളും. പിന്നെ ഇത് നമ്മളുടെ മോൺസ്റ്റേറ വെറൈറ്റി. കറക്റ്റ് ID മറന്നു കേട്ടോ, അപ്പോൾ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. ചിലത് ഇങ്ങനെ എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും പേര് മറന്നു പോകും. ഇത് നമ്മുടെ ബെർക്കിൻ ഫിലാറ്റോൺ വെറൈറ്റി. ഒരു പോട്ടിൽ 2 അതിൽ കൂടുതലായിരിക്കും കേട്ടോ. ഇതിലിപ്പോൾ 2 പിന്നെ 2 കുഞ്ഞ് പ്ലാന്റുകളും ആയിക്കോട്ടെ വരുന്നത്. ഇങ്ങനെ. പിന്നെ വരുന്നത് സിങ്കോണിയം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റേറ്റ് കുറഞ്ഞതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ വെറൈറ്റി ഇതാണ്.
സിങ്കോണിയം 4 വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് സ്റ്റോക്കിൽ വന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കോംബോ ആയിട്ടൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാറ്റലോഗിനൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇതിൽ ആദ്യത്തെ വെറൈറ്റി ഒരു ഇത് നമ്മുടെ കോപ്പർ ഫിനിഷുള്ള അങ്ങനത്തെ കോപ്പർ ടച്ച് ഉള്ള ഒരു വെറൈറ്റിയാണ് ഇത് വരുന്നത്. അതായത് കൂടുതൽ ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്ത വെറൈറ്റി വരുന്നത് ഇതാണ് ഇങ്ങനെയുള്ളൊരു വെറൈറ്റി. പിന്നെ അതിനോട് സാമ്യമുള്ള വേറൊരു വെറൈറ്റി, അതൊരു ഒരു പിങ്ക് കളറും കൂടെ ചേർന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ. പിന്നെ അടുത്തത് ഇതാണ്. ഇത് നല്ല പിസ്ത ഗ്രീനൊക്കെ ചേർന്നിട്ട് വരുന്ന അങ്ങനത്തെ ഒരു വെറൈറ്റി കേട്ടോ. അങ്ങനെ 4 വെറൈറ്റിയാണ് കേട്ടോ സിങ്കോണിയം നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളത്. ഇങ്ങനെ 4 വെറൈറ്റി കേട്ടോ. അതിൽ ഇതും നമ്മൾ 2 അവസാനം കാണിച്ച 2 സ്റ്റോക്ക് ഇത് 2 സ്റ്റോക്ക് കുറവാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്തത് നമ്മളുടെ ഫെൻ നമുക്ക് സ്റ്റോക്കിലുണ്ട്. സ്റ്റിംഗ് ഗ്രേ ഫെൻ സ്റ്റോക്കിലുണ്ട് കേട്ടോ. പിന്നെ ജെയ്ഡ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് കട്ട് ചെയ്തൊക്കെ നമുക്ക് നടാം കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും. അത് സ്റ്റോക്കിലുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള 2 വെറൈറ്റി ഇത് കാണിക്കട്ടെ. CC പ്ലാന്റിൻ്റെ നമുക്ക് നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വന്നേക്കുന്നത് നമ്മളുടെ സാമിയ സെൻസി എന്ന് പറയുന്ന നമ്മളുടെ ഡ്വാർഫ് വെറൈറ്റി. ഇങ്ങനെ ഇത് സ്റ്റോക്കിലുണ്ട്. അതിൻ്റെ ചെറുത് ഞാൻ കാണിച്ചിരുന്നല്ലോ. ചെറുത് ഇത് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ കുറഞ്ഞതൊക്കെ വേണമെന്നുള്ളവർ ഇങ്ങനെ സെലക്ട് ചെയ്തോളൂ. പ്ലാന്റ് നല്ല വലിയ ഇതിലേക്ക് നട്ടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് വന്നോളൂ കേട്ടോ. എന്നാലും ഇങ്ങനെ ഇത് കാണും. ഇത് രണ്ടിൽ നമ്മൾ ആനയും കൊതുകും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ പറയാമല്ലോ, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ല ബുഷിയായിട്ടൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യുന്നുള്ളവർക്ക് ഇങ്ങനെ വാങ്ങിച്ചോളൂ. റേറ്റ് കുറവ് വേണമെന്നുള്ളവർ ആദ്യത്തെ വാങ്ങിച്ചോളൂ കേട്ടോ. ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പ്ലാന്റ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് വെറൈറ്റി നല്ല അടിപൊളി പ്ലാന്റുകൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 ആണ്. അപ്പോൾ റേറ്റിൽ നമുക്ക് വ്യത്യാസം വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും റേറ്റിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ പ്ലാന്റിൽ വ്യത്യാസമുണ്ട്. പ്ലാന്റ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ബാക്കിൽ വച്ചേക്കണം വേണ്ട. ഇതൊരു മീഡിയം സൈസിലാണ് ഞാൻ എടുത്തത്. അതൊക്കെ നല്ല ഹൈറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. ബാക്കി പ്ലാന്റുകൾ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ കുറച്ച് പേരുടെ എങ്കിലും ഒരു ഞാൻ റേറ്റ് പറഞ്ഞു പോകുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഓർമ്മയിൽ കിട്ടില്ല. ഞാൻ ഇപ്പോൾ ചിലപ്പോൾ പേര് തന്നെ പറയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പേരായിരിക്കും. ചിലപ്പോൾ ഇവിടെ വീഡിയോയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ബ്ലാങ്ക് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് റേറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് എഴുതി വെച്ചിങ്ങനെ നോക്കി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് പറയാതെ പോകുന്നത്. എല്ലാവർക്കും കാണാൻ പാകത്തിന് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാറ്റലോഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കേട്ടോ. എന്തെങ്കിലും സംശയവും ഇതൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം കേട്ടോ. എപ്പോഴും എൻ്റെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.